Innate conscious mind determines the primary foundational state of an entity. ചലനങ്ങളും മനനങ്ങളും സ്മൃതികളും ഉള്ള സത്തയുടെ സഹജ സ്വത്വം നിലനിർത്തുകയും വാസനയായും വഴക്കമായും സ്വതസിദ്ധ ശൈലി പ്രദർശിപ്പിക്കുകയും ആവർത്തിത പ്രവർത്തനങ്ങളിലൂടെ ശീലങ്ങളെ ആർജിച്ച് തഴക്കമാക്കുകയും സഹജമായ ഗതിവിഗതികൾ അറിഞ്ഞ് ചലിക്കുകയും ചലനമില്ലാത്തപ്പോൾ സ്വയം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന സ്വത്തേന്ദ്രിയങ്ങൾ നിലകൊള്ളുന്ന കലാകോശ തലങ്ങളിലെ സുഷുപ്താവസ്ഥയാണ് അവബോധ മനസ്സ്. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. മനസ്സിന്റെ ബോധം, ഉപബോധം എന്നീ തലങ്ങൾ, പ്രകടബോധം, സത്താബോധം, ഉപബോധം എന്നിങ്ങനെയുള്ള തലങ്ങളെല്ലാം നമ്മൾ സ്പർശിച്ചു വന്നതാണ്. ഈ ഉപബോധം എന്ന് പറയുന്നത് അവയവതലത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനടിത്തറയാകുന്നത് അതെവിടെയാണ് കെട്ടിപ്പൊക്കിയത്? അത് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് അവബോധ മനസ്സിലാണ്. ഈ അവബോധം നമ്മൾ നേരത്തെ ബോധം അവബോധം എന്ന് സംസാരിച്ച അതിലെ സഹജാവബോധം, ശിക്ഷിതാവബോധം എന്നീ രണ്ട് തലങ്ങൾ ചേർന്നതാണ് ഇവിടുത്തെ ഈ അവബോധ മനസ്സ് എന്ന് പറയുന്നത്. അവബോധ മനസ്സിന്റെ ഫാക്കൽറ്റികളെ നോക്കുകയാണെങ്കിൽ അത് രണ്ടും രണ്ടായി നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ മനസ്സിൻ എന്നുള്ള തലത്തിൽ നോക്കുന്ന സമയത്ത് അതിനെ ഒറ്റ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. വേണമെങ്കിൽ രണ്ടായി കണക്കാക്കാം. അപ്പോ ഇതില് രണ്ടിന്റെ ഒരു ഗതിയെ കുറിച്ച് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. അതായത് സഹജാവബോധത്തിൽ നിന്നുമാണ് സത്തയുടെ സഹജജ്ഞാനം പുറത്തേക്ക് ഒഴുകുന്നത്. പരിസരത്തെന്താണെന്ന് സത്ത അനുഭവിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ അകത്തേക്ക് ഒഴുകുന്നത് പുറത്തു നിന്നും അകത്തേക്കാണ്. അപ്പോ സഹജാവബോധത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഒരു ദിശയും പുറത്തു നിന്നും കാര്യങ്ങളെ സ്വീകരിച്ച് ശിക്ഷിതാവബോധത്തിലൂടെ അകത്തേക്ക് നൽകുന്ന ഒരു ഗതിയും, ഇങ്ങനെ രണ്ട് ഗതികളുണ്ട്. ഈ രണ്ട് ഗതികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മളിവിടെ അവബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവബോധ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു സത്തയ്ക്ക് ചലനങ്ങളുണ്ട് അല്ലെ? സത്തയായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ ഡൈനാമിസത്തിൽ കൂടെയാണ്. അപ്പൊ സത്ത ചലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ചലിക്കണം എന്ന കാര്യം മനനം ചെയ്ത് തീരുമാനിക്കുന്നുണ്ട്. മനനത്തിന് ആധാരമാകുന്നത് ഇതിനു മുമ്പുണ്ടായ ചലനങ്ങളും മനനങ്ങളുമാണ്. അതിനെയാണ് സ്മൃതികൾ എന്ന് പറയുക. ഇനി ഉണ്ടാകേണ്ടത് എന്താണെന്നുള്ള കാര്യങ്ങളും ഇവിടെ സ്മൃതിയായി നിൽക്കുന്നുണ്ട്. ആ സ്മൃതികൾ എന്ന് പറയുന്നത് സഹജമായ ചോദനകളാണ്, സഹജമായ ഭാവന. ഇനി ഇപ്പൊ എനിക്ക് വിശക്കുന്നു എങ്കിൽ വിശപ്പ് എന്നുള്ളൊരു കാര്യത്തെ പരിഹരിക്കാൻ പാകത്തിലുള്ള ഭക്ഷണത്തിലേക്ക് ഞാൻ പോകണം. അപ്പൊ ഭക്ഷണം എന്നുള്ള ഓർമ്മ എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇതിനു മുമ്പ് കഴിച്ച ഭക്ഷണം എന്നല്ല, ഇപ്പോൾ എന്തു വേണമെന്നുള്ള ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈ ഓർമ്മ കഴിഞ്ഞു പോയ കാര്യമല്ല, ഇനി വരാൻ പോകുന്ന കാര്യമാണ്. അതിനെയാണ് ആഗത സ്മൃതി എന്ന് പറയുക. അപ്പോ ചലനങ്ങളും മനനങ്ങളും സ്മൃതികളും ഉള്ള സത്തയുടെ സഹജ സ്വത്വത്തെ ചലിക്കുമ്പോൾ നമ്മൾ മാറിപ്പോകുന്നുണ്ട്, മനനം ചെയ്യുമ്പോൾ നമ്മൾ മാറിപ്പോകുന്നുണ്ട്, സ്മൃതികളിൽ നമ്മൾ പലതായിത്തീരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആകുമ്പോഴും നമ്മൾ സഹജമായ ഒരു സ്വത്വം സൂക്ഷിക്കുന്നുണ്ട്. ആ സ്വത്വത്തെ സൂക്ഷിക്കുന്നത് എവിടെയാണ്? സഹജാവബോധത്തിലാണ്. അപ്പോ
ചലനങ്ങളും മനനങ്ങളും സ്മൃതികളുമുള്ള സത്തയുടെ സഹജസ്വത്വം നിലനിർത്തുകയും പിന്നെ വാസനയായും വഴക്കമായും സ്വതസിദ്ധ ശൈലി പ്രകടിപ്പിക്കുകയും. ഓരോ സത്തയ്ക്കും വാസനകളുണ്ട്. എന്താണോ ധർമ്മം, ആ ധർമ്മം നടപ്പിലാക്കാൻ പാകത്തിലുള്ള വാസനകൾ ആ സത്തയിൽ ലീനമായിരിക്കും. ആ ലീനമായ വാസനയെ പ്രകടിപ്പിക്കുക വഴിയാണ് സത്ത അതിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നത്. അതിനെയാണ് നമ്മൾ സ്വതസിദ്ധമായ ശൈലി, സ്വതസിദ്ധമായ പ്രവർത്തനം, സ്വതസിദ്ധമായ താല്പര്യം എന്നൊക്കെ പറയുന്നത്. അപ്പോ വാസന എവിടെ ഉണ്ടാവുക? സഹജാവബോധത്തില്. വഴക്കം എവിടെ ഉണ്ടാവുക? ശിക്ഷിതാവബോധത്തിന്റെ തലത്തിലാണ്. അപ്പോ ശിക്ഷിതാവബോധത്തിന്റെ തലത്തിൽ വഴക്കമായിട്ടും വാസനയായും വഴക്കമായും സ്വതസിദ്ധമായ ശൈലി പ്രദർശിപ്പിക്കും. നമ്മൾ ഓരോരുത്തർക്കും ഇതുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വാസനയായിട്ട് ആദ്യം വരും, അത് വഴക്കമായിട്ട് വെളിപ്പെടും. അതാണ് നമ്മുടെ സ്വതസിദ്ധ ശൈലി. അങ്ങനെ പ്രദർശിപ്പിക്കുകയും ആവർത്തിത പ്രവർത്തനങ്ങളിലൂടെ ശീലങ്ങളെ ആർജിച്ച് തഴക്കമാക്കുകയും. നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ഒരു പ്രത്യേക പാറ്റേണിൽ പ്രവർത്തിക്കുന്നു. നമ്മളൊരു കാര്യത്തെ ചിന്തിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ന്യൂറൽ നെറ്റ്വർക്ക് അവിടെ ഒരു പുതിയ പാത്വേ ഉണ്ടാക്കിയെടുക്കുന്നു, ഒരു ന്യൂറൽ വയറിംഗ് ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മളൊരു കാര്യത്തെ ഓർക്കുന്നു, ആ ഓർത്തെടുക്കുന്നതിനൊരു പ്രത്യേക ശൈലി നമ്മൾ ആർജിച്ചെടുക്കുന്നു. അങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഒരു ശീലത്തെ ആർജിച്ച് തഴക്കമാക്കും. നമുക്ക് തഴക്കമാകുന്നതാണ് നമ്മുടെ ശീലമാകുന്നത്, അല്ലെ? നമ്മൾ നിത്യേന രാവിലെ എന്നിട്ട് കാപ്പി കുടിക്കുന്നത്, നമ്മള് കാപ്പി ആദ്യമേ കുടിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിന് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അസുഖം വന്ന് ചത്തും പോയിന്ന് വരും. അത്രയും വിഷം നിറഞ്ഞ, അപകടം നിറഞ്ഞൊരു സാധനത്തെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭക്ഷണമാക്കി മാറ്റിയത് നമ്മുടെ തഴക്കം കൊണ്ടാണ്. അല്പം കൊടുത്ത് അത് പതുക്കെ മാറി വന്നതാണ്. അങ്ങനെ ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ ശീലങ്ങളെ ആർജിച്ച് തഴക്കമാക്കുകയും, അത് നമുക്ക് മുമ്പ് വെളിയിലേക്ക് കൊടുത്ത വഴക്കമാണ്. വഴക്കമുള്ളവൻ അത് ആവർത്തിച്ച് ചെയ്താൽ അത് തഴക്കമായും സഹജമായ ഗതിവിഗതകൾ അറിഞ്ഞ് ചലിക്കുകയും. ടോയ്ലറ്റിൽ പോകണം, ചോദന വന്നു, ടോയ്ലറ്റിലേക്ക് പോകണം എന്ന് തീരുമാനമെടുത്തു. ഇണചേരണം എന്ന് തോന്നൽ വന്നു. ഇണചേരുവാൻ പാകത്തിലുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് പ്രണയത്തിലേക്കും മറ്റ് കൗതുകങ്ങളിലേക്കും ഒക്കെ നീങ്ങിച്ചെല്ലും. അപ്പോ എങ്ങോട്ട് പോകണം, ഏത് ദിശയിലേക്ക് തിരിയണം എന്നുള്ള കാര്യങ്ങൾ, സഹജമായ ഗതികളും അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന വിഗതികളും അറിഞ്ഞ് ചലിക്കുകയും ചെയ്യുന്നത് ഈ ശിക്ഷിതാവബോധത്തിന് അനുസരിച്ചാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിലോ നമ്മൾ ചലനത്തെക്കുറിച്ച് പറഞ്ഞു, മനനത്തെക്കുറിച്ച് പറഞ്ഞു, സ്മൃതിയെക്കുറിച്ച് പറഞ്ഞു. ചലനമില്ലാത്തപ്പോൾ, ചലനങ്ങൾക്കും മനനങ്ങൾക്കും സ്മൃതികൾക്കും ചലനമില്ലാത്തപ്പോൾ സ്വയം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ചലനമില്ലാത്തപ്പോൾ, നമ്മൾ ചലിക്കാതിരിക്കുകയാണെങ്കിൽ ഒരുവിധമൊക്കെ മനനങ്ങൾ പുനഃസ്ഥാപിക്കും, സ്മൃതികള് പുനഃസ്ഥാപിക്കും. മനനങ്ങൾ നിന്ന് കഴിയുമ്പോൾ സ്മൃതികളെ പുനഃസ്ഥാപിക്കും, ശരീരത്തെയും പുനഃസ്ഥാപിക്കും. ചലനങ്ങളും മനനങ്ങളും സ്മൃതികളും ഇല്ലാത്തപ്പോൾ ശരീരം തന്നെ എവിടേക്കൊക്കെ മാറിപ്പോയിട്ടുണ്ടോ അതിനെയെല്ലാം സ്വതസിദ്ധമായ, ജന്മസിദ്ധമായ, ജന്മാഗതമായ നമുക്ക് കിട്ടിയ ആ ഒരു ശരീരഘടന, ശരീരത്തിന്റെ വിന്യാസം, അതിന്റെ ബ്ലൂ പ്രിന്റിലേക്ക് തിരികെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അപ്പോ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ അകത്തു നിന്നും പുറത്തേക്കും പുറത്തു നിന്നും അകത്തേക്കുമുള്ള കണക്ഷൻ വഴിയാണ്. ഈ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപബോധവും അവബോധവും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ആ കണക്ട് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ സാധാരണ പറയുക ഇന്ദ്രിയങ്ങൾ എന്നാണ്. അപ്പൊ ഇവിടത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് സ്വത്വേന്ദ്രിയമാണ്. ഉപബോധത്തെയും അവബോധത്തെയും കണക്ട് ചെയ്യുന്നത് സ്വത്വേന്ദ്രിയമാണ്. നമ്മുടെ സ്വത്വം എന്ത് എന്നത് ആണ് വിനിമയം ചെയ്യുന്നത്, അതാണ് സ്വത്വേന്ദ്രിയം എന്ന് പറയുന്നത്. അത് എവിടെയാണ് നിലകൊള്ളുന്നത്? അതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കലകളിലും കോശങ്ങളിലുമാണ്. നമ്മൾ ഈ സഹജാവബോധം, ശിക്ഷിതാവബോധം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ അത് രണ്ട് തലങ്ങളിലായി നിൽക്കുന്നു. ശിക്ഷിതാവബോധം കലകളിലും സഹജാവബോധം കോശങ്ങളിലും നിൽക്കുന്നു. ഇവിടെ ഇത് എങ്ങനെയാ നിൽക്കുന്നത്? ഉണർന്ന് അലറിക്കൊണ്ടല്ല നിൽക്കുന്നത്, സുഷുപ്തമായിട്ട് നിൽക്കുന്നു. ഒരു വിത്തിൽ ഒരു ആൽമരം ഉറങ്ങി നിൽക്കുന്നത് പോലെ സുഷുപ്തമായിരിക്കുന്നു. അനുകൂലം ആകുന്ന സാഹചര്യങ്ങളിലും അടിസ്ഥാനപരമായ ആവശ്യങ്ങളുടെ കാര്യത്തിലുമൊക്കെ അത് ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കും. അല്ലാത്തപ്പോഴെല്ലാം അത് സുഷുപ്താവസ്ഥയിലാണ്.
അപ്പോ ആ സുഷുപ്തമായി നിൽക്കുന്ന അവസ്ഥയാണ് സുഷ്വേന്ദ്രിയ തലത്തില്, കലകളുടെയും കോശങ്ങളുടെയും തലത്തില് ചലനമില്ലാത്തപ്പോൾ സ്വയം പുനഃസ്ഥാപിച്ചുകൊണ്ട് സഹജമായ ഗതിവിഗതികൾ അറിഞ്ഞുകൊണ്ട് ആവർത്തിത പ്രവർത്തനങ്ങളിലൂടെ ശീലങ്ങളെ ആർജിച്ചുകൊണ്ട് വാസനയായും വഴക്കമായും സ്വതസിദ്ധ ശൈലി പ്രദർശിപ്പിച്ചുകൊണ്ട് ചലനങ്ങളും മനനങ്ങളും സ്മൃതികളുമുള്ള സത്തയുടെ സഹജസ്വത്വം നിലനിർത്തുന്ന ആ ഒന്നിനെയാണ് നമ്മൾ അവബോധ മനസ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഒരു സഹജമായ നീതിബോധം ചിന്തയിൽ നിന്നും വരുന്നതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഓർമ്മയിൽ നിന്നും വരുന്നതല്ല. നമ്മുടെ ഉള്ളിലുള്ള സഹജമായ നീതിബോധം ഉണരുന്നത് അവബോധ മനസ്സിൽ നിന്നാണ്. പട്ടികളെ, പൂച്ചക്കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണത് കണ്ടിട്ടുണ്ടാവും. പട്ടിയും പൂച്ചയും ശത്രുക്കളാണെന്നാണ് വെപ്പ്. പക്ഷെ പട്ടി പൂച്ചക്കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കടുവ മാൻകുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, പാമ്പിന്റെ കുഞ്ഞിനെ ഒരു ജീവി ഉപദ്രവിക്കുന്നു. കുഞ്ഞുങ്ങളോടുള്ള സഹജമായ വാസനയാണ് ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തോന്നുന്നത്. ഇതിൽ എവിടെയെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യന് മാത്രമേ വരുള്ളൂ, മറ്റു ജീവജാലങ്ങൾക്ക് അത് ഉണ്ടാവാറില്ല. അവിടെയെല്ലാം ആ സഹജാവബോധം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ നിൽക്കുന്നു. അതെല്ലാം തന്നെ ഈ ജീവികളിൽ സുഷുപ്തമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് നിദ്രയുടെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിദ്രയുടെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ശരിയായ രീതിയിൽ അത് ഉണർന്നിരിക്കുന്നതും നിദ്രയിലാണ്. അതായത് എന്റെ ശരീരത്തിലെ അവബോധ മനസ്സെന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ഉണരുന്നത്, ശരിയായ രീതിയിൽ അതിന്റെ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം പാലിക്കുന്നത്, കാണിക്കുന്നത് ഞാൻ ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രതയെന്നും ഉറങ്ങിത്തുടങ്ങുമ്പോൾ സ്വപ്നമെന്നും ഉറങ്ങിക്കഴിയുമ്പോൾ നിദ്രയെന്നും പറയുന്നത്, സുഷുപ്തി എന്നും പറയുന്നത്. ഇനി ഉറക്കത്തിനും അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എത്തുന്ന തുരീയത്തിന്റെ 4ാമത്തെ തലമുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പോ ഈ രീതിയിൽ ചലനങ്ങളും മനനങ്ങളും സ്മൃതികളുമുള്ള സത്തയുടെ സഹജസ്വത്വം നിലനിർത്തുക എന്നുള്ളത് അവബോധ മനസ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ആര് എന്നത് ഓർമ്മിപ്പിക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ മനസാക്ഷിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിലനിർത്തുന്നത്. മനസാക്ഷി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കി വെച്ചതിനനുസരിച്ചും മനസാക്ഷി പ്രവർത്തിക്കാം. പക്ഷെ എന്റെ മനസാക്ഷി എന്ന് പറയുന്നത് എന്റെ ഉള്ളിലെ, ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പട്ടിക്ക് പൂച്ചക്കുഞ്ഞിനോടുള്ള പ്രത്യേക ഇഷ്ടം ഉണ്ടല്ലോ. നമുക്ക് ഒരു ചെറിയ ചെടിക്കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് അതിനോട് കൗതുകമുണ്ടല്ലോ. ഈ കൗതുകങ്ങളെല്ലാം, കൗതുകം അല്ല, വാത്സല്യമുണ്ടല്ലോ, ഈ വാത്സല്യം എല്ലാം അതുപോലെ തന്നെ എതിർലിംഗത്തെ കാണുന്ന സമയത്ത് അതിനോടുണ്ടാവുന്ന പ്രണയമുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യമുണ്ടാവുന്ന സമയത്ത് ഭക്ഷ്യത്തോടുള്ള നമ്മുടെ ആ ഒരു അഭിനിവേശമുണ്ടല്ലോ. അതുപോലെ ചില ഇടങ്ങളോട് തോന്നുന്ന ചില ഇടം എന്ന് വെച്ചാൽ, ഞാൻ പലതവണ ഇവിടെ താമസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ ഇഷ്ടമാണെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ചില പുതിയ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകതരം അഭിവാഞ്ച തോന്നും അതിനോട്. അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം നമ്മുടെ ഉള്ളിലെ സഹജമായി വരുന്ന എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് അവബോധ മനസ്സിലാണ്. അത് സാക്ഷിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ചിന്തകൾക്കും മനനങ്ങൾക്കും അനുസരിച്ച്, സ്മൃതികൾക്കനുസരിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിന്റെയൊക്കെ ഉള്ളിൽ എനിക്ക് അതിനോട് അഭിമുഖമാകാനുള്ള എന്തോ ഒരു ഘടകം അതിനകത്ത് നിൽക്കുന്നുണ്ട്. അത് സഹജാവബോധത്തിന്റെ കൈയാണ്. സഹജാവബോധം എന്നുള്ളത് ഈശ്വരന്റെ കൈയാണെന്ന് ഇവിടെ മനസ്സിലാക്കുക. നമ്മള് കൃത്യമായിട്ടൊരു കാര്യത്തെ കാണുമ്പോൾ അതിനകത്ത് നമുക്ക് പെന്റാക്കുവിനെ കാണാനാകുന്നത് സഹജാവബോധമുള്ളിലുള്ളത് കൊണ്ടാണ്. ഒരു കാര്യത്തെ കാണുമ്പോൾ അതിന്റെ ലീന സൗന്ദര്യത്തിലേക്ക് ലയിക്കാൻ കഴിയുന്നത് സഹജാവബോധം ഉള്ളപ്പോഴാണ്. ഈ അവബോധ മനസ്സിന്റെ തലത്തിലാണ് നമ്മുടെ സൗന്ദര്യബോധം ഉണർന്നിരിക്കുന്നത്. സഹജാവബോധത്തിന്റെ തലത്തിലാണ് നമ്മളിലെ സഹാനുഭൂതി എന്നുള്ളത് ഉണർന്നു വരുന്നത്. അവിടെയാണ് നമ്മുടെ നൈതികത ഉണരുന്നത്. എവിടെയാണ് നമ്മിലെ ലീനമായ ഭക്തി ഉണരുന്നത്. അവിടെയാണ് നമ്മുടെ ലയമുണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ യോഗത്തിലാകുന്നത്. ഇത്രയേറെ പ്രാധാന്യമുള്ള ആ ഒന്നിന്റെ നിയന്ത്രണത്തിലാണ്, അതിന്റെ കൈപ്പിടിയിലാണ് നമ്മൾ നിൽക്കുന്നത് നിരന്തരമായി. പക്ഷെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് നമ്മൾ ബോധത്തിലാണെന്നും വിശ്വാസത്തിലാണെന്നും ചിന്തകളിലാണെന്നും ബുദ്ധിയിലാണെന്നും പ്രകടനത്തിലാണെന്നും ഒക്കെയാണ്. അത് നമ്മുടെ കേവല വിശ്വാസമാണ്. നമ്മളെന്നുള്ള നൈരന്തര്യത്തിന്റെ അടിസ്ഥാനം നിൽക്കുന്നത് അവബോധ മനസ്സിലാണ്.
അവിടെയാണ് ഞാൻ എന്ന സ്വത്വം, ഞാൻ എന്ന സത്യം നിലകൊള്ളുന്നത്. അതിനെ തൊട്ടറിയാനുള്ള വഴികൾ നിങ്ങളിൽ ഉണരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.